കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ശുദ്ധ മാമോദീസ കൂദാശ ആരംഭിക്കാൻ പോവുകയാണ്. ദൈവികമായിരിക്കുന്ന കൃപ ദൈവം ഈ പ്രിയ ദാസർക്ക് നൽകി. ഭൂമിയിൽ തലമുറ തരുന്നത് ദൈവിക ദാനമാണല്ലോ. അപ്രകാരം ഒരു പൈതലിനെ ദൈവം ദാനമായിട്ട് ഇവർക്ക് നൽകിയിരിക്കുന്നു. പരിശുദ്ധ സഭയുടെ ക്രമീകരണം അനുസരിച്ച് സഭയുടെ അംഗമായിട്ട് ഈ കുഞ്ഞിനെ പൂർത്തീകരിക്കുകയാണ്. പൗരസ്ത്യ പാരമ്പര്യത്തിൽ വളരെ ചെറുപ്പത്തിൽ ഈ കൗദാശികമായിരിക്കുന്ന കർമ്മം നിർവഹിക്കുകയാണ്. ഇതിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ഈ കുഞ്ഞ് സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായിട്ട് തീരുന്നു, സഭയുടെ അംഗമായിട്ട് തീരുന്നു. ദിവ്യമായിരിക്കുന്ന ഒരു ശുശ്രൂഷയിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. കാരണം ഒരു രൂപാന്തരമാണ് പ്രത്യേകമായിട്ട് സംഭവിക്കുന്നത്. എപ്രകാരം സ്വർണമൊക്കെ അതിൻ്റെ മനോഹരത്വം പൂർത്തീകരിക്കുന്നു, അപ്രകാരം തന്നെ ഈ കൗദാശയിലൂടെ അതിൻ്റെ മനോഹരത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുവാനായിട്ട് ഈ കുഞ്ഞിന് നാം ദൈവികമായിരിക്കുന്ന കൃപയെ നൽകുകയാണ്. പുത്രസ്വീകാര്യത്തിന് അനുയോജ്യമായിരിക്കുന്ന ജീവിതക്രമത്തെ പ്രത്യേകമായിട്ട് ഈ കുഞ്ഞിന് ലഭിക്കുകയാണ്. വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഈ ശുശ്രൂഷയിലേക്ക് നാം കടക്കുന്നു. ഒറ്റ കാര്യം മാത്രം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. കാരണം പലപ്പോഴും പല ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ടെങ്കിൽ തന്നെയും ഒരു കാര്യം മാത്രം ആലോചിക്കുക. നമ്മളൊക്കെ ജീവിതത്തിൽ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ പല രോഗങ്ങൾക്കും വേണ്ടുന്ന വാക്സിനേഷനുകൾ എടുത്തിട്ടുണ്ട്. അത് ആ രോഗത്തെ പ്രതിരോധിച്ച് എത്രയാണോ ദൈവികമായിരിക്കുന്ന ആയുസ് നൽകിയിരിക്കുന്നത് അത്രയും നാളും ആ രോഗത്തിൽ നിന്ന് മോചനം ലഭിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായിരിക്കുന്ന ഉദ്ദേശം. തീർച്ചയായിട്ടും ഈ ഇതിന് ഇന്ന് ലഭിക്കുന്ന ഈ നൽവരങ്ങളോടുകൂടി, അതായത് പുത്രസ്വീകാരിത്വം, അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയുടെ അനുഭവം, വിശുദ്ധ മോറോൻ അഭിഷേകം, ഇവയൊക്കെയും പ്രാപിക്കുന്നതിലൂടെ ദൈവികമായിരിക്കുന്ന കരുണയെ പ്രാപിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ഈ കുഞ്ഞിന് സാധ്യമാകട്ടെ. ദൈവികമായിട്ടുള്ള പൈതലായിട്ട് വളരുവാൻ ദൈവം ഈ കുഞ്ഞിന് കൂടുതൽ കൃപകൾ നൽകട്ടെ. പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട ജിതിനച്ചനാണ്. സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്ന ബഹുമാനപ്പെട്ട പ്രിൻസച്ചൻ, ശുശ്രൂഷകർ, കടന്നു വന്നിരിക്കുന്ന ഏവരെയും ഈ സമയത്ത് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ കൂടി വന്നിരിക്കുന്നവർക്ക് സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ദൗത്യം ഈ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഈ കുഞ്ഞിന് ഏറെ അനുഗ്രഹവും ധന്യവുമായിട്ട് തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവമായ കർത്താവേ, അഗ്നിയാലും ആത്മാവാലും ജ്ഞാനസ്നാനം നൽകുവാൻ വേണ്ടി നിന്റെ വിശുദ്ധ സ്ലിഹന്മാരെ നീ വിശ്വാസപൂർവ്വം ഭരമേൽപ്പിച്ച ആത്മീയ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. കർത്താവേ, ഇപ്പോൾ സ്ഥാനത്തിനും വേണ്ടി ജന്നത്തിനുമായി അടുത്തു വന്നിരിക്കുന്ന ഈ പൈതലിൻ്റെ ആത്മാവിന് പാപികളായിരിക്കുന്ന ഞങ്ങളുടെ മധ്യസ്ഥ മൂലം രക്ഷ ലഭിക്കുകയും ഇവൾ അനുഗ്രഹങ്ങളും കരുണയും പ്രാപിക്കുകയും ചെയ്യുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ. ഹോശോ വബുകുല സുബാൻ ലവൽ ബി നിന്നു മഹിമയുടെ രാജകുമാരി ഹാലേലുയ്യ. വലതുവശത്തായി രാജേശ്വരിയും തുകിലങ്കി അണിഞ്ഞോളെ
കാംക്ഷിപ്പാൻ. ഹാലേലുയ്യ. സ്വജനഗൃഹങ്ങളെ നീ വിടുക. പ്രാണപ്രിയനെ പ്രണമിക്കാം. ഹല്ലേലൂയ. സൂര്യൻ മകളെ പ്രണമിക്കാം. ബാറയ്ക്കുമോ ശുഭഹോലാബോലം ബ്രോവൽ റൂഹോ കാദീശോ. സ്നാനാർത്ഥിക്കരികെ നിന്നോതുന്ന ആത്മാവിൽ ദാവീദേവം. ദാഹിപ്പോരെ നാദാന്തികമാർന്നു ബലപ്പെടുവിൻ. നിബദിച്ചൊരു നിർധനനാഥ നെടുവീർപ്പോടവനെ വിളിച്ച. നദിയോർദാനിൽ കർത്താവനുത്തരമരുളി. മുന്നം ജർജരനായോനെ നൂതനനാക്കി. മിണോലം വാദാമുൽവോലം വൽവേലാവേ. വാതിൽ പടിമേൽ പൂശിയ രക്തം ഇസ്രായേലിനെ രക്ഷിച്ചതുപോ. ദൈവികവും ജീവനെഴുന്നതുമാ വീണ്ടും സ്നാനത്തിൻ കൃപയാ. ശരണം തേടും വിശ്വാസികളാം നമ്മൾക്കെല്ലാം കൃപയുടെ ഊഷ്മാസം രക്ഷകനായി തീരട്ടെ. ഈ നിത്യപ്രഭമൂലം നാം തൃത്വത്തെ ദർശിക്കുന്നു. മേലുള്ള സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, ദിവ്യോപദേശം സ്വീകരിക്കുന്ന ഈ പൈതലിനെ അനുഗ്രഹിക്കുകയും ഈ ലോകവ്യർത്ഥതയെ ഗ്രഹിക്കത്തക്കവണ്ണം ഇവളുടെ മനോനയനങ്ങളെ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. മരണകരമായ സകല പ്രവൃത്തികളെയും ഇടിഞ്ഞുകൊണ്ട് നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ വിശുദ്ധ റൂഹായും ഇവൾ എന്നയാളും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ അബുക്കോല സുബാൻ കർത്താവ് എന്നെ മേയ്ക്കും, എനിക്ക് ഞെരുക്കമുണ്ടാകുകയില്ല. അവൻ പുഷ്ടിയുള്ള മേച്ചിലിൽ എന്നെ പാർപ്പിക്കും. പാടി മാമോദീസയ്ക്കാഗതനാം ദൈവം ശുദ്ധൻ ശുദ്ധൻ പരിശുദ്ധൻ. ജലത്തിന്റെ അരികിലേക്ക് അവൻ എന്നെ നയിക്കും. എന്റെ ആത്മാവിനെ തിരിച്ച് നീതിയുടെ ഓടുവഴികളിൽ എന്നെ നടത്തും. പുനരാജന്മം നൽകിടുവാൻ സോപ്പേന്മാർക്കു വിശുദ്ധി കൊടുപ്പോൻ സ്നാനത്തിന് ദൈവിക ശക്തിയ പുതുതാക്കിയിടും ആദനുമേകസുതനും റൂഹായിക്കും സ്തോത്രം. ബാർക്കുമോർ നാം എല്ലാവരും നമസ്കരിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. മഹനീയമായതിന്റെ ദിവ്യജ്ഞാനത്താൽ തന്റെ ആത്മീയ ആട്ടിൻകൂട്ടത്തിനായി മാമോദീസ എന്ന കൂദാശ ഏർപ്പെടുത്തിയതിനെ ശുദ്ധീകരിച്ച അവർണ്ണനീയ സത്യപ്രകാശമായ കർത്താവിന് സ്തുതി. തനിക്ക് നേരത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായുസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുകുൽഹൂനിയവുമോ സോദഹായ ആമേൻ.
പാപചിന്തകളിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കുകയും തൻ്റെ വിശുദ്ധ കൽപ്പനകളുടെ ആചരണത്തിനായി ഞങ്ങളെ ക്ഷണിക്കുകയും തൻ്റെ ആത്മീയമായ തൊഴുത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കുകയും രക്ഷാജല പ്രവാഹങ്ങളിലേക്കും ജീവന്റെ ഉറവിങ്കിലേക്കും ഞങ്ങളെ ആകർഷിച്ചുകൊണ്ട് നിങ്ങൾ കുളിച്ച് വെടിപ്പുള്ളവരായി തീരുകയും ഹൃദയങ്ങളിൽ നിന്ന് ദുഷ്ടതകൾ കഴുകിക്കളയുവീനെന്ന് ജീവകരമായ ശബ്ദത്തിൽ അരുളി ചെയ്യുകയും ചെയ്തവനായ ഞങ്ങളുടെ ദൈവമായ മിശിഹ, ഈ ദാസിയെ തൻ്റെ കാവലിനു വേണ്ടി ജീവമുദ്ര പ്രാപിക്കുവാൻ എടുത്തു വന്നിരിക്കുന്ന ഇവളെ അനുഗ്രഹിക്കണമേ. നിന്റെ ആട്ടിൻകൂട്ടത്തിൽ ഇവളെയും ഉൾപ്പെടുത്തണമേ. തിരുമുഖ ശോഭ ഇവളിൽ പ്രതിബിംബിപ്പിക്കണമേ. ഇവളെ നിന്റെ ജനകന് പുത്രിയാക്കി തീർക്കണമേ. വീണ്ടും ജനനത്തിന് ഇവളെ യോഗ്യയാക്കണമേ. പഴയ മനുഷ്യനെ ഇവളിൽ നിന്ന് ഉരിഞ്ഞു കളയണമേ. നാശരഹിതമായ വസ്ത്രം ഇവളെ ധരിപ്പിക്കണമേ. ആശ്വാസകരവും ശാന്തവുമായ ജീവിതത്താൽ നല്ല അവസാനത്തിനും ക്രിസ്തീയമായ അന്ത്യത്തിനും അർഹത ലഭിക്കത്തക്കവണ്ണം നല്ല സംരക്ഷണയിലും പൂർണ്ണ വളർച്ചയിലും ഇവളെ എത്തിക്കണമേ. ഞങ്ങളും ഇവളും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുകുല സുബാൻ ലവുൽമീ ലോഹന കാബേൽ ഹൂസോയോദഹോബേ വൽ ശുബകോനോ ദാതോഹി ബത്രായി ഹൂനുൽ മൽവോലം മുൽമീ കാക്കുകനാദാസ്ലീബായ ഉണ്ണികളെ സ്നാനാർത്ഥികളെ സ്നാനത്തെ മുൻനിർത്തി മുൻചൊല്ലാൻ നൽകുന്നേ നീരിൽ സ്നാനം വന്നിടും നോനാത്മാവിൽ നാൻ വന്നാറ്റിൻ വക്ക് യോഗനാൻ കറിയാതനയൻ ആഗതനായി മാമോദീസീർക്കും മറവാശക്തി നെത്തിനാഥൻ സാക്ഷിപ്പാൻ യോഗൻ നാനും വത്സലനന്ദനാണിവനും വാനത്തിൽ താരൻ കർത്താവേ, വിശുദ്ധ മാമോദീസായ്ക്ക് ഒരുങ്ങി വന്നിരിക്കുന്ന ഈ പൈതലിനു വേണ്ടി ഈ സുഗന്ധധൂപം നിന്റെ കരുണാബാഹുല്യങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇവൾ ജീവനിലേക്ക് നിന്നാൽ മുദ്രകുത്തപ്പെടുകയും നിന്റെ ഭവനാവകാശത്തിൽ എത്തിച്ചേരുകയും നിന്റെ വിശുദ്ധ കൽപ്പനകളെ പിന്തുടരുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകുല സുബാൻ നീർത്തോടിനുമാനുഴലും പോലെ വാഞ്ചിക്കുന്നാത്മം നിൻപേർക്കൻ പരിശുദ്ധനായ പൗലോസ് ലേഖ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറക്കുമോ സ്നേഹാടിയും നമ്മുടെ മേത്തന്റെ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ. റോമലേഖനം 5-ാം അധ്യായം 20 മുതൽ 6-ാം അധ്യായം 4 വരെയുള്ള വാക്യം. ന്യായപ്രമാണത്തിന്റെ പ്രവേശനം പാപം വർദ്ധിപ്പാൻ കാരണമായി തീർന്നു. പാപം വർദ്ധിച്ചെടുത്ത് തന്നെ കൃപയും വർദ്ധിച്ചു. അത് മരണത്തിൽ പാപം പാണതുപോലെ തന്നെ നമ്മുടെ കർത്താവായ യേശു മിശിഹ മൂലം നിത്യജീവങ്കിലേക്ക് നീതിയിൽ കൃപയും വാഴുവാനായിട്ടായിരുന്നു. ആയതുകൊണ്ട് നാം എന്താണ് പറയേണ്ടത്? കൃപ വർദ്ധിപ്പാനായിട്ട് പാപത്തിൽ തന്നെ ഇരിക്കണമെന്നോ? ഒരിക്കലും പാടില്ല. എന്തുകൊണ്ടെന്നാൽ പാപത്തിൻ്റെ ദൃഷ്ടിയിൽ മൃതരായ നാം പിന്നെയും അതിൽ തന്നെ ജീവിക്കുന്നത് എങ്ങനെ? അല്ലെങ്കിൽ യേശു മിശിഹായിൽ മാമോദീസ മുങ്ങിയവരായ നാം അദ്ദേഹത്തിൻ്റെ മരണത്തിലാകുന്ന മാമോദീസ മുങ്ങിയെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? യേശു മിശിഹാ പിതാവിൻ്റെ പ്രഭാവത്തോടുകൂടി മരിച്ചവരുടെ ഇടയിൽ പുനരുദ്ധാനം ചെയ്ത പ്രകാരം തന്നെ നാമും പുതിയ ജീവനിൽ സഞ്ചരിപ്പാനായിട്ട് മാമോദീസ രൂപമായ മരണത്താൽ അവിടുത്തോട് ഒരുമിച്ച് സംസ്കരിക്കപ്പെടുകയും ചെയ്തു. ആമീനായി പറക്കുമോ. Oh,
ഭക്തിയോടും ഭയത്തോടും വണക്കത്തോടും ചെവിയോടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിൽ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളെ അറിയപ്പെടുന്ന നാം കേൾക്കണം. ബാർക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന സുവിശേഷകരായ വിശുദ്ധ ലൂക്കോസ്, വിശുദ്ധ യോഹന്നാൻ എവൻഗേലിസ്തർ എഴുതിയ രക്ഷാകര സുവിശേഷത്തിൽ നിന്ന് വാഴ്ത്തപ്പെട്ടവരാകുന്നു നമ്മുടെ രക്ഷയ്ക്കായി സ്തുതികളും നാം എല്ലാവരുടെ മേത്തിന്റെ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകമറിയാമിൽ നിന്നും ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു മിശിഹാ തമ്പുരാന്റെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. യോഹന്നാനെ കുറിച്ച് ഇദ്ദേഹം മശിഹായിരിക്കുമോ എന്ന് സംശയിച്ച് ജനമെല്ലാം ഉള്ളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ ഉത്തരമായിട്ട് അവരോട് പറഞ്ഞു, ഞാനിതാ നിങ്ങൾക്ക് വെള്ളം കൊണ്ട് മാമോദീസ നൽകുന്നു. എന്നാൽ എന്നേക്കാൾ ബലവാനായവൻ വരുന്നുണ്ട്. അവൻ്റെ ചെരുപ്പുകളുടെ വാറുകൾ അഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും നിങ്ങൾക്ക് മാമോദീസ നൽകും. ഒരുവൻ വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും വീണ്ടും ജനിക്കാതിരുന്നാൽ അവന് ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുകയില്ല എന്ന് സത്യമായും നിന്നോട് പറയുന്നു. ജഡത്തിൽ നിന്നും ജനിക്കുന്നത് ജഡവും ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവുമാകുന്നു എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. ബാർക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. പാടിയിൻ മകളെ കഴുകുക നാഥാ, എൻ പാപം നിർമ്മലമാക്കാൻ സോപ്പായേകം മതിയാകാം. നീഴലായിപ്പോഴും ശുദ്ധി വരുത്താൻ നിയമജലത്തിനെഴുതല്ല. ദൈവിക മാമോദീസായി സ്വേദനമതിനും നിന്നുടെ തിരുപമകരുണയ്ക്കും സാധ്യം. നിന്റെ ഏകപുത്രൻ വിശുദ്ധ ശിഷ്യന്മാരിൽ ഊതിയ ദൈവിക ശ്വാസം കർത്താവേ ഇവൾക്ക് നൽകണമേ. വിശുദ്ധാത്മസ്തീർണത്തിന് ഇവളെ ഒരുക്കിക്കൊണ്ട് വിഗ്രഹാരാധനയുടെ സകല അവശിഷ്ടത്തെയും ഇവളുടെ മനസ്സിൽ നിന്ന് ദൂരീകരിക്കണമേ. വീണ്ടും ജനസ്ഥാനത്തിനെ ഇവളെ യോഗ്യതയുള്ളവളാക്കണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശു മിശിഹാ എന്ന നിന്റെ ഏകപുത്രൻ മുഖാന്തരം പാപമോചനത്തിന് ഇവളെ അർഹയാക്കണമേ. നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും യോഗ്യമാവുന്നു. ഓശോ വബുകൂല സുബാൻ. പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ മറിയം നിത്യജീവനായി മുദ്ര കുത്തപ്പെടുന്നു. ദൈവമായ കർത്താവേ, നിന്റെ കൈപ്പണിയായി നിന്റെ സൃഷ്ടിയിൽ നിന്റെ തിരുനാമത്തിൽ മുദ്രയിട്ടുകൊണ്ട് സകല അശുദ്ധ ദുഷ്ടാത്മാക്കളെ ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു. വക്രബുദ്ധിയും അഹങ്കാരിയുമായവനെ നീ ശാസിച്ച് നിന്റെ പൈതലിനെ വഞ്ചകാത്മാക്കളിൽ നിന്ന് സ്വതന്ത്രയാക്കണമേ.
അല്ലയോ അശുദ്ധാത്മാവെ വരുവാനിരിക്കുന്ന ന്യായവിധിയെ നീ ഭയപ്പെട്ടുകൊള്ളുക. ദൈവസൃഷ്ടിയെ നീ സമീപിക്കരുത്. എന്തെന്നാൽ അത് പിശാചുക്കളുടെ നിവാസ സ്ഥലമല്ല, ദൈവത്തിന്റെ ആലയമാവുന്നു. പിതൃപുത്ര പരിശുദ്ധ റൂഹായാവുന്ന ദൈവത്തെ കൊണ്ട് ഞങ്ങൾ നിന്നെ ശബ്ദം ചെയ്യുന്നു. അശുദ്ധാത്മാവെ നീ സമൂലം വേഗത്തിൽ നീ ശേഷം നീങ്ങിപ്പോകുക, മത്സരിക്കരുത്. മാമോദീസ മുങ്ങുന്ന മറിയം ഞാൻ, സാത്താനെ നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും ദൂതന്മാരെയും നിന്നിലുള്ള സകല ഭയത്തെയും നിന്റെ സകല വഞ്ചനയും ഉപേക്ഷിക്കുന്നു. മാമോദീസ മുങ്ങുന്ന മറിയം ഞാൻ, സാത്താനെ നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും ദൂതന്മാരെയും നിന്നിലുള്ള സകല ഭയത്തെയും നിന്റെ സകല വഞ്ചനയും ഉപേക്ഷിക്കുന്നു. മാമോദീസ മുങ്ങുന്ന മറിയം ഞാൻ, സാത്താനെ നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും ദൂതന്മാരെയും നിന്നിലുള്ള സകല ഭയത്തെയും നിന്റെ സകല വഞ്ചനയും ഉപേക്ഷിക്കുന്നു. മാമോദീസ മുങ്ങുന്ന മറിയം ഞാൻ, മശിഹാ തമ്പുരാനെ നിന്നിലും പരിശുദ്ധ നബിയന്മാരും ശ്ലീഹന്മാരും പിതാക്കന്മാരും മുഖാന്തരം ദൈവികമായി നീ ഭരമേൽപ്പിച്ചിട്ടുള്ള സകല ഉപദേശങ്ങളിലും ചേർന്ന് വിശ്വസിക്കുന്നു. മാമോദീസ മുങ്ങുന്ന മറിയാം ഞാൻ, മശിഹാ തമ്പുരാനെ നിന്നിലും പരിശുദ്ധ നബിയന്മാരും ശ്ലീഹന്മാരും പിതാക്കന്മാരും മുഖാന്തരം ദൈവികമായി നീ ഭരമേൽപ്പിച്ചിട്ടുള്ള സകല വിശ്വാസങ്ങളിലും ചേർന്ന് വിശ്വസിക്കും. മാമോദീസ മുങ്ങുന്ന മറിയാം ഞാൻ, മശിഹാ തമ്പുരാനെ നിന്നിലും പരിശുദ്ധ നബിയന്മാരും ശ്ലീഹന്മാരും പിതാക്കന്മാരും മുഖാന്തരം ദൈവികമായി നീ ഭരമേൽപ്പിച്ചിട്ടുള്ള സകല ഉപദേശങ്ങളിലും ചേർന്ന് വിശ്വസിക്കുന്നു. വിശ്വാസപ്രമാണം സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടാത്തതുമായ കാലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മാത്രമായി നിർമ്മിച്ചവനും മനുഷ്യരാജ്യങ്ങൾക്ക് ഞങ്ങൾ രക്ഷിക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാവുന്ന ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടു കഷ്ടം അനുഭവിച്ചു മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി എന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നബിയന്മാർ സ്ലീഹന്മാരും മാത്രം സാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുള്ള റൂഹായിലും കാതോലികവും സ്ലൈകവുമായ ഏക വിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമാണ് നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയുടെ വീർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾക്ക് പാർക്കുന്നു. ആമീൻ. പാർക്കുമോ സോൻകാല കുരിയലായിസോ. വീണ്ടും ജനനത്താൽ പുത്ര സ്വീകാര്യത്തിന് അർഹയായി തീരുവാൻ വേണ്ടി സന്തോഷ തൈലത്താൽ മറിയം പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ നിത്യജീവനായി മുദ്രകുത്തപ്പെടുന്നു. ബശ്മോദാബോ മദ്റൂഹായോ കാദിശോലഹായ ദൽവൂലം ഉൽമി കുറേ
കൊണ്ട് ബലഹീനമായ മധ്യസ്ഥതയാൽ ഈ വെള്ളം ആത്മീയ ഉദരവും നാശമില്ലായ്മയും വാർക്കുന്ന മൂശയുമായി തീരത്തക്കവണ്ണം നിന്റെ വിശുദ്ധാത്മശക്തിയും വ്യാപാരവും ഇതിൽ കലർത്തണമേ. ഇതിൽ മാമോദീസ മുങ്ങുന്ന പൈതലിന് നിന്റെ തിരുവിഷ്ടത്താലും നിന്റെ ഏകപുത്രന്റെ മനുഷ്യ സ്നേഹത്താലും നിന്റെ വിശുദ്ധാത്മാവിൻ വ്യാപാരത്താലും നാശരഹിതമായ ആത്മീയ വസ്ത്രവും പാപബന്ധനങ്ങളിൽ നിന്നുള്ള മോചനവുമായി തീരുവാൻ കൃപയരുളുകയും ചെയ്യണമേ. ഓശോ വബുക്കൂലസ്ബാൻ ലവുന്മേ. ആമീൻ. കേൾപ്പിൻ ഭൂതലജാതികളെ ഹാലേലുയ്യ. ചേർത്തോ സലിലം യോഹന്നാൻ സ്നാനത്തിനായി മുങ്ങി ശുദ്ധീകരണം ചെയ്തതിനുള്ളിൽ വാശിഹ നീരിൽ നിന്നും തീരത്തേറുമ്പോൾ അവനെ മാനി ചവലയും അമ്പരവും കതിരുകൾ ചായിച്ചു താരകൾ കോപ്പിയാറ്റിൻ നിരയോടൊറ്റുകളെ വാഴ്ത്തിയ ദൈവത്തെ ഹാലേലുയ്യ. ഓ ഹാലേലുയ്യ. ആചാര്യൻ മാമോദീസ തൊട്ടി തുറക്കുമ്പോൾ കൂറും നേരെ ദൂതന്മാരാശ്ചര്യം വാനിൽ മൺമേരുതി ജാലോപരി നിന്നിട്ടാറുകായെ ചെയ്യുന്ന ആഹ്വാനം റൂഹ സത്വരമുത്തരമായ ഇഷ്ടം നിറവേറ്റി പാപ പരിഹാരാർത്ഥം പാവനമാക്കുന്നു. ഹല്ലേലൂയ. മാമോദീസായേ രക്ഷിതാവും വെടിപ്പാക്കുന്നവനും സർവ്വവിധ നന്മകളും പ്രദാനം ചെയ്യുന്നവനുമാകയാൽ നിനക്കും നിന്റെ ഏകപുത്രനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു. ഓശോ ബകുലസ്ബാൻ ലവുൽമീ. കർത്താവേ, വെള്ളത്തിന്റെ നേരെ നീ തിരിഞ്ഞ് ഇതിനെ ശുദ്ധീകരിക്കണമേ. രക്ഷിക്കപ്പെട്ടതായ നിന്റെ സഭയും ആട്ടിൻകൂട്ടവും യോർദാൻ നദി പ്രവാഹത്തിങ്കൽ നിന്നുകൊണ്ട് നിന്നോടും നീ മുഖാന്തരവും നിന്നോടുകൂടെയും നിന്റെ പിതാവിനോടും മനോവേദനയോടെ അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ചയും വന്ദിക്കുകയും നിന്നോടുള്ള വീശുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി ഈ പരിശുദ്ധ മാമോദീസ തൊട്ടുമേൽ പൊരുന്നി ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്നതായി നാഴിക എത്ര ഭയങ്കര സമയത്ത് ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പേ. ഞങ്ങളെല്ലാവരോടും സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടായിരിക്കണമേ. കർത്താവേ, എന്നോടുത്തരമരുളണമേ. കർത്താവേ, എന്നോടുത്തരമരുളണമേ. കർത്താവേ, എന്നോടുത്തരമരുളി ദേവതോ നീ എന്നോട് കരുണ ചെയ്യണമേ.
സർവാധിപതിയാകുന്ന ദൈവമായ കർത്താവേ, വെള്ളത്തെ ആശ്വാസജലവും സന്തോഷകരവും ആനന്ദകരവുമായ വെള്ളവും നിന്റെ ഏകപുത്രന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും ദൃഷ്ടാന്തപ്പെടുത്തുന്ന വെള്ളവും വെടിപ്പാക്കുന്ന വെള്ളവും ആക്കി തീർക്കണമേ. ഈ ജലത്തെ ആത്മാശരീരങ്ങളുടെ മാലിന്യത്തെ ശുദ്ധീകരിക്കുന്നതും ബന്ധനങ്ങളെ അഴിക്കുന്നതും പിഴകളെ ക്ഷമിക്കുന്നതും ആത്മശരീരങ്ങളെ പ്രകാശിപ്പിക്കുന്നതുമാക്കി തീർക്കണമേ. ഈ ജലത്തെ വീണ്ടും ജനനത്തിൻ സ്നാനവും പുത്രസ്വീകാര്യത്തിൻ നല്ലവരും നാശരഹിതമായ വസ്ത്രവും വിശുദ്ധാത്മാവിൻ പുതുക്കവും ആക്കി തീർക്കണമേ. ദൈവമേ, വെള്ളം നിന്നെ കണ്ടു, കർത്താവേ, വെള്ളം നിന്നെ കണ്ടു, ഭയപ്പെട്ടു. കർത്താവിന്റെ ശബ്ദം വെള്ളത്തിന്മേൽ മുഴങ്ങി. മഹത്വമുള്ളവനായ ദൈവമായ കർത്താവ് പെരുവെള്ളത്തിന്മീതെ ഗർജിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും ആദിമുതൽ എന്നേക്കും സ്തുതി. ഈ മാമോദീസ വെള്ളത്താൽ പഴയ മനുഷ്യൻ പുതുതാക്കപ്പെട്ട് നവീകരിക്കുവാൻ വേണ്ടി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഇതിൽ ഞങ്ങൾ പരിശുദ്ധ മൂറോനൊഴിക്കുന്നു. ലം ഉൽമി ഇവളിതിനാൽ പുതുക്കപ്പെട്ട് ശ്രേഷ്ഠയായി തീരുകയും നിന്റെ കൃപയാൽ നിറയുകയും നിന്റെ ദിവ്യകൽപ്പനകൾ പാലിക്കുകയും ഞങ്ങളും ഇവളും കൂടി നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. നിത്യജീവനു വേണ്ടി ജീവനുള്ള പിതാവിന്റെ നാമത്തിലും നിത്യജീവനു വേണ്ടി ജീവനുള്ള പുത്രന്റെ നാമത്തിലും നിത്യജീവനു വേണ്ടി ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിലും ഈ വെള്ളം ദിവ്യ സ്നാനത്തിനും വീണ്ടും ജനനത്തിനുമായി ഭവിക്കുവാൻ വേണ്ടി ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. പാപമോചനത്തിന്റെയും പ്രത്യാശയിൽ നിത്യജീവനു വേണ്ടി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ മറിയം മാമോദീസ മുങ്ങുന്നു. നിന്നു മഹിമയോടാ രാജകുമാരി മാമോദീസായിൻ നേരൻ ആത്മാവാൽ ജാതം ചെയ്തോ തങ്ക കുഞ്ഞാടിനെ ഏൽക്കുക പാവനയാം സഭയെ തത്വത്തിൻ തിരുനാമത്തിൽ സംജാതാപമമാം കുഞ്ഞാടേ സ്നാനാത്മജനെ സ്വാഗതമോതുന്നേൻ വരിക. മുറിയോറാഹേൻ മേലേനുവാദാറേ
കർത്താവേ, മാമോദീസയിലുള്ള വിശ്വാസം മൂലം നിന്റെ ഭടന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിരിക്കുന്ന ഈ നിന്റെ ദാസി ഈ പരിശുദ്ധമായ മുദ്രയും അടയാളവും നിന്റെ നാമത്തിൽ പ്രാപിക്കുമാറാകണമേ. ഈ മോറോൻ തൈലത്താൽ ആത്മീയമായ സകലവിധ പരിമളവാസനകളാലും ഇവൾ നിറയുകയും പ്രതികൂല സൈന്യങ്ങൾക്ക് കീഴടങ്ങാത്തവളായി തീരുകയും ചെയ്യണമേ. ഇനി ഇവൾ ദുഷ്പ്രഭുക്കളെയോ അന്ധകാര ശക്തികളെയോ ഭയപ്പെടുവാനിടയാകാതെ നിന്റെ തേജസ്സിൽ തന്നെ നടക്കുകയും പ്രകാശപുത്രിയായി തീരുകയും നിന്നിൽ കൂടി സഞ്ചരിച്ചുകൊണ്ട് തിരുസന്നതിയിൽ എത്തിച്ചേരുകയും ചെയ്യണമേ. ഓശോ ബകുല സുബാൻ ലവുൽമീ. മശിഹായുടെ പരിമളവാസനയും സത്യവിശ്വാസത്തിന്റെ അടയാളവും മുദ്രയും വിശുദ്ധാത്മാ നൽവരത്തിന്റെ പൂർത്തീകരണവുമായ വിശുദ്ധ മോറോനാൽ മറിയം നിത്യജീവന് വേണ്ടി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ മുദ്ര കുത്തപ്പെടുന്നു. വദ്റുഹായോ കാദിശുലഹായദൽ വോലം ഉൽമീ. ദൈവം ചൊന്ന ആരോനെ പോഷുക പാവനനാവാൻ പാവന തൈലത്താ പൂഷും നീപ്പോ സ്നാനം പ്രാടിനെ വെളിവായി പൂഷും തൈലവും ഇതു തന്നെ റൂഹാഗൂഢം റൂഷ്മാചീതൻപൊടു ദൈവികമായി വാ നിവനെ വാഴ്ത്തുന്നു. പറിക്കുമോർ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമായ കർത്താവേ, ഇതിൻ്റെ ദാസിയെ പ്രഭ കൊണ്ടും മഹത്വം കൊണ്ടും കിരീടം ധരിപ്പിക്കുകയും ഇവിടെ ജീവിതം നിന്റെ കർത്തൃത്തിന് പ്രീതികരവും തിരുനാമത്തിന് അനുയോജ്യവുമായി തീരുകയും ചെയ്യണമേ. കർത്താവേ, നിന്റെ പുത്ര സ്വീകാര്യമാകുന്ന ആത്മീയ മാതാവിൽ നിന്ന് നിന്റെ ഏകജാതന് സഹോദരിയായി നീ പൂർത്തീകരിച്ചിട്ടുള്ള ഈ നിന്റെ ദാസിയെ ജീവദായകമായ നിന്റെ വിവേകശക്തി മൂലം സുവിശേഷപരമായ നടപടിയിലേക്ക് നീ നയിച്ചു കൊള്ളണമേ. നല്ല അവസാനം പ്രാപിക്കുന്നവർക്കായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഈ കിരീടം നിന്റെ സ്വർഗരാജ്യത്തിൽ വെച്ച് ഇവൾ പ്രാപിക്കുമാറാകണമേ. ഈ കിരീടം നീക്കപ്പെടുന്നതോടുകൂടെ നിന്റെ വലങ്കയുടെ സഹായം ഇവൾക്ക് നഷ്ടപ്പെടാതെ അതിൽ തന്നെ ഇവൾ ഉറച്ച് ശക്തി പ്രാപിച്ച് വളരുകയും ചെയ്ത് നിന്നെയും നിന്റെ ഏകപുത്രനെയും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്ന പരിശുദ്ധ റൂഹായും സ്തുതിക്കുമാറാകണമേ. ഹോശോ വബ്കുല സുബാൻ ലവൽമീ പറുദീസയിലാദാം രുചിനോ ദംവക്കും ജീവാ താരുവിൻ യജമാനൻ വരുമന്നേര മുന്തിരി തോപ്പിൽ പണിയായി കാൺമോരോ ധന്യരാ പകലെല്ലാം തൻ കൂടെ പണിതോർ കവനര കേട്ടി പരികാർമേച്ചേടും താതനെരുത്തും മേശയ്ക്കായി പരികർമ്മേക്കും സുതൻ റുക്കുദേശാപാറക്കലീത മുടയും നോരോ മോടെ ഹാലേലുയ ചൂടും മകുടത്തിൽ മറക്കുമോൻ. പിതാവാം ദൈവം നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വന്ദിനായ പുത്രൻ നിന്നെ കാത്തുകൊള്ളട്ടെ.
നീ ധരിച്ചിരിക്കുന്ന പരിശുദ്ധ റൂഹ നിന്നെ പൂർത്തീകരിച്ച് ഉപദ്രവങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കട്ടെ. നീ സ്വീകരിച്ചിരിക്കുന്ന മാമോദീസ എന്നേക്കും നിന്നിൽ വസിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. മാമോദീസ കൂദാശ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി അനുഗ്രഹിച്ചത് ബഹുമാനപ്പെട്ട ജിതിനച്ഛനാണ്. അച്ഛനോടുള്ള സ്നേഹം കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് അറിയിക്കുന്നു. സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രിൻസ് അച്ഛനോടുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. ഈ പൈതൽ ജ്ഞാനത്തിലും ബുദ്ധിയിലും വിവേകത്തിലും വളർന്ന് ദൈവിക ശോഭയോടുകൂടി ജീവിക്കുവാൻ ദൈവം എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നൽകട്ടെ, ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ഏവർക്കും പ്രഭാത ഭക്ഷണം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിലേതിലും സഹകരിക്കണമെന്ന് ഈ സമയത്ത് കുടുംബാംഗങ്ങൾക്ക് വേണ്ടി അറിയിക്കുന്നു. Thank you for watching this video. Please like, share and subscribe for my channel, the FOS Media HD.